ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 7th യൂണിറ്റ് ആയ മോഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു ചെറിയ പോർഷൻ ആയ സ്റ്റോറി ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത മക്കളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കാണണം. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലെങ്ത് അതിനെയൊക്കെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സം ബേസിക് യൂണിറ്റ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതാണ്ട് ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ടേബിളിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാൻ പോവാ. 3 രീതിയിൽ നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതി ഇവിടെ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഒന്ന് ഗില്ലി ദണ്ഡ എന്ന് പറയുന്നത്, അതായത് കുട്ടിയും കോലും എന്ന് നമ്മൾ പറയും. രണ്ടാമത്തേതാണ് നമ്മുടെ ഹാൻഡ് സ്പാൻ. ഓക്കെ, മൂന്നാമത്തേതാണ് നമ്മളിപ്പോ കോമൺലി യൂസ് ചെയ്യുന്ന നമ്മുടെ മീറ്റർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡായ ഗില്ലി ദണ്ഡയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇവിടെ ഇതാണ്ട് ടേബിൾ ഉണ്ട്, അതായത് കുട്ടിയും കോലും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ടേബിളിന്റെ ലെങ്ത് മെഷർ ചെയ്യാം അതാണ് നോക്കുന്നത്. ഈ ഒരു ടേബിളെ നോക്കിയാൽ അറിയാം, ഇതാണ്ട് ഒരു അത്യാവശ്യം നീളമുള്ള ഒരു വടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ദണ്ഡ എന്ന് പറയുന്നത്. ഇനി അതേ വടി തന്നെ കുറച്ച് ലെങ്ത് കുറഞ്ഞ, അതാണ് അതിന്റെ കുട്ടി അല്ലെങ്കിൽ അതിന്റെ ഗില്ലി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ആദ്യം ഒരു ദണ്ഡ വെച്ചു, പിന്നീട് അതിനുശേഷം ഇതാണ്ട് ഒരു കുട്ടി വെച്ചു. അപ്പൊ ഈ ഡോട്ട് ഇട്ട് കാണിക്കുന്ന എന്താണ്? അതിന്റെ ആ ഒരു പൊസിഷൻ ആണ് കേട്ടോ. പിന്നീട് ഇതാണ്ട് എന്ത് വെച്ചു മക്കളെ? ഒരു ദണ്ഡ വെച്ചു, അതായത് ദണ്ഡ ഗില്ലി ദണ്ഡ ഗില്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് അതിന്റെ പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാൻ പോവാം. അപ്പൊ ഈ ഒരു രീതിയിൽ ഇതിന്റെ ലെങ്ത് എത്രയാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എത്ര ദണ്ഡ യൂസ് ചെയ്തിട്ടുണ്ട്? 2 ദണ്ഡയും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഗില്ലിയും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ദണ്ഡ ആൻഡ് 1 ഗില്ലിയാണ് ഇവിടുത്തെ ഈ ഒരു ടേബിളിന്റെ ലെങ്ത്. പക്ഷെ കുറച്ചും കൂടി നീളമുള്ള ഒരു ടേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലെങ്ത് നമ്മൾ നോക്കാൻ പോകുമ്പോൾ ആദ്യം ഇതാണ്ട് എന്ത് വെച്ചു? ഒരു ദണ്ഡ വെച്ചു, പിന്നെ ഇതാണ്ട് ഒരു ഗില്ലി വെച്ചു, വീണ്ടും എന്താണ് മിസ് ഒരു ഗില്ലി വെച്ചു, പിന്നെ വീണ്ടും ഇതാണ്ട് ഒരു ദണ്ഡ വെച്ചു. അപ്പം ദണ്ഡ ഗില്ലി ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കുട്ടിയും കോലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2 ദണ്ഡയുണ്ട്, അതുപോലെ തന്നെ 2 ഗില്ലിയുണ്ട്. അപ്പൊ അതിന്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണല്ലേ? ഒരു ദണ്ഡയും ഒരു ഗില്ലിയും അപ്പം ആവുമ്പോഴേക്കും നേർപകുതി ലെങ്ത് ആയി, പിന്നെ അടുത്ത ദണ്ഡ അടുത്ത ഗില്ലി എന്ന് പറയുമ്പോഴേക്കും നേർപകുതിയായി. ഓക്കെ, അപ്പൊ ഇതാണ്ട് നേർപകുതിയായിട്ട് നമുക്ക് എന്താണ് ഡെസ്കിനെ മനസ്സിലാക്കാനും പറ്റി, ശരിയല്ലേ? അപ്പം ഒരു രീതിയിൽ കുട്ടിയും കോലും ഉപയോഗിച്ച് ദണ്ഡ ഗില്ലി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ലെങ്ത് മെഷർ ചെയ്യാം എന്ന് നമ്മൾ നോക്കി. പക്ഷെ ഇതെപ്പോഴും എല്ലാവരും നോക്കുമ്പോഴും എന്തായിരിക്കും? ആ ഒരു ലെങ്ത്, അതിന്റെ ആ ഒരു ദണ്ഡാഗില്ലിയുടെ ലെങ്ത് അനുസരിച്ച് എന്താണ് അത് ചിലപ്പം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞ ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. അത് എന്താണ്? ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ തമ്പ് തൊട്ടിട്ട് നമ്മുടെ ഫിംഗറിന്റെ ആ ടിപ്പ് വരെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുവാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇതിന്റെ ലെങ്ത് മിസ്സിന് അറിയണം. ഓക്കെ, അപ്പൊ മിസ്സിന്റെ തമ്പ് തൊട്ടിട്ട് ഇത് ഇങ്ങനെ വെച്ചു, ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഇവിടെ തൊട്ടിട്ട് ഇതാ ഇങ്ങനെ വെച്ചു. ഇതിങ്ങനെ മാറ്റി എവിടെയാണോ എൻഡ് ചെയ്തത് അവിടുന്ന് മിസ്സിന്റെ തമ്പ് വെച്ചിട്ട് ഇതിങ്ങനെ നോക്കും. അപ്പൊ ഇതും എന്താണ്? എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല അല്ലെ? കാരണം മിസ്സിന്റെ ആ ഒരു കൈന്റെ വലുപ്പം തന്നെ ആയിരിക്കത്തില്ല എന്റെ മുന്നിൽ ഇരിക്കുന്ന മക്കളുടെ കൈന്റെ വലുപ്പം. ഓരോരുത്തർക്കും വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? നമുക്ക് ഇങ്ങനെ അക്യുറേറ്റ് വാല്യൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം കുറച്ചും കൂടി അക്യുറേറ്റ് വാല്യൂ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മുടെ സ്കെയില് യൂസ് ചെയ്യും. ഈ സ്കെയില് തന്നെ ഇവിടെ ഇതാ 2 തരത്തിലുള്ള സ്കെയില് തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ സ്കെയിൽ നോക്കിക്കേ. ആദ്യത്തെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ സ്കെയിലാ? ഒരു സൈഡ് നോക്കിയാൽ മതി. ഇതാ ഇവിടെ പറയുന്നത് 99 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതെത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആദ്യത്തെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ സ്കെയിലാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഒറ്റ വാക്കിൽ നമ്മൾ മീറ്റർ സ്കെയിൽ എന്ന് പറയും. എന്താണ് പറയുന്നത്? മീറ്റർ സ്കെയിൽ എന്ന് പറയും. ഓക്കെ, അത് നമ്മുടെ ലാബിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി രണ്ടാമത്തെ സ്കെയിൽ നോക്കിക്കേ. അത് എത്ര സെന്റിമീറ്റർ? ഇതാ ഈ അറ്റത്ത് നോക്കിയാൽ മതി അല്ലേ? അറ്റത്ത് ഇതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ സ്കെയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 15 സെന്റിമീറ്റർ സ്കെയിൽ ആയിരിക്കും നമ്മളൊക്കെ ബുക്കിന്റെ മാർജിൻ വരയ്ക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള എന്താണ്? ഈ 15 സെന്റിമീറ്റർ സ്കെയിലാണ്. അപ്പൊ ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആ ടേബിളിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഒരു സ്കെയിലിന്റെ റീഡിങ് നിങ്ങൾ എടുക്കുമ്പം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഐ കോണ്ടാക്ടിന്റെ പൊസിഷൻ എന്താണ്? ഇവിടെ മസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 3 കൂട്ടുകാരിൽ ആരാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ബി എന്ന് പറയുന്ന കൂട്ടുകാരനാണ്. ദാറ്റ് ഈസ് ബി
is the proper position of the eye for taking reading of the scale. സ്കെയിലിലെ റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടി എപ്പോഴും എന്ത് ചെയ്യണം? നേരെ കുത്തനെ നമ്മുടെ ഐ കോണ്ടാക്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പം 3 രീതിയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ 2 രീതിയിൽ സ്റ്റാൻഡേർഡ് അല്ലാത്ത ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അതിങ്ങനെ വേരി ചെയ്യും, ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ, അല്ലെങ്കിൽ നേച്ചർ ഉപയോഗിച്ച് അതിങ്ങനെ എന്താണ് വേരി ചെയ്യും. അപ്പം മെഷർമെന്റ് തന്നെ എന്താണ്? 2 രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സും. നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾ ആണ് മക്കളെ നമ്മുടെ ഗില്ലി ദണ്ഡയും അതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ടുള്ള നമ്മുടെ ഹാൻഡ് സ്പാന്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെന്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഏകദേശം നമുക്ക് എങ്ങനെ മെഷർമെന്റ് നടത്താം, അതിനുള്ള പോസിബിൾ വേ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കി. ഇനി എന്തൊക്കെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യ കാലത്തൊക്കെ 3 രീതിയിലുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോഴും നമ്മൾ വളരെ റെയർ ആയിട്ടേ നമ്മൾ നോക്കത്തുള്ളൂ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ CGS സിസ്റ്റം. അതായത് CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, G എന്ന് പറഞ്ഞാൽ ഗ്രാം, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. അപ്പൊ CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ആണ്. ഇനി MKS എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ മീറ്റർ, K എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ FPS. F എന്ന് പറഞ്ഞാൽ ഫൂട്ട് ആണ്, P എന്ന് പറഞ്ഞാൽ പൗണ്ട്, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ഈ 3 രീതിയായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ചെല്ല പേരിൽ നമ്മൾ വിളിക്കുന്ന ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ മോസ്റ്റ് ഓഫ് ദി മെഷർമെന്റും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഓരോന്നും എന്തൊക്കെ രീതിയിലാണ്, അവയുടെ യൂണിറ്റ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടൈം ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ S ആണ്. ഇനി നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീറ്റർ ആണ് അതിന്റെ SI യൂണിറ്റ്, M ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, അതിന്റെ kg എന്ന് പറയും. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ആംപിയർ, ക്യാപിറ്റൽ A എന്നാണ് നമ്മൾ പറയുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ, ക്യാപിറ്റൽ K ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോൾ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, MOL, മോൾ എന്ന് പറഞ്ഞിട്ടാണ്. അതെല്ലാം സ്മോൾ ലെറ്റർ ആണ്. പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റി, കാൻഡല, CD. അപ്പൊ ഇതൊക്കെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ സ്കെയിലിന്റെ കേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ ഇതാണ്ട് ഒരു ചെറിയ ഒരു ചതുരത്തിലുള്ള ഒരു ചെറിയ ഒരു സാധനം നമ്മൾ അതിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് ഇതാ മിസ് A എന്ന് പേര് കൊടുത്തു. അപ്പൊ എയുടെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എയുടെ ലെങ്ത് അറിയുന്നത്? ഇതാ എയുടെ ആദ്യത്തെ ഭാഗം 0 പിന്നെ ഇതാ 5 ആണ്. അപ്പൊ ഇത് എത്ര സെന്റിമീറ്ററാ? ഇവിടെ നിന്ന് ഇവിടം വരെ 1 സെന്റിമീറ്റർ, പിന്നെ ഇതാ ഇവിടുന്ന് ഇവിടം വരെ 2 സെന്റിമീറ്റർ, ഇവിടുന്ന് 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അതായത് ഇത് എത്ര സെന്റിമീറ്റർ, ഇതിന് എത്ര ലെങ്ത് ഉണ്ട്? 5 സെന്റിമീറ്റർ ആണ്. ഇനി അങ്ങനെ അപ്പൊ സെന്റിമീറ്റർ അളക്കാൻ മക്കൾക്ക് അറിയാം. അങ്ങനെ 100 സെന്റിമീറ്റർ ആകുമ്പോൾ ആ ഒരു സ്കെയിലിനെ നമ്മൾ എന്താന്നാ പറഞ്ഞത്? മീറ്റർ സ്കെയിലാന്ന് പറഞ്ഞു. അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലന്റ് ആണ്? ഒരു മീറ്ററിന് ഈക്വലന്റ് ആണ്. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് ഈക്വലന്റ് ആണ്. ഇനി അതേസമയം സെന്റിമീറ്റർ തന്നെ നമുക്ക് ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കുമ്പം ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. പക്ഷെ അവയ്ക്കിടയിൽ നമുക്ക് ഇതാണ്ട് 10 ചെറിയ വരകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? 10 ചെറിയ വരകൾ കാണാൻ പറ്റും. ആ ഓരോ ചെറിയ വരനെ നമ്മൾ മില്ലിമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 10 ചെറിയ വരകളുണ്ട്. അതായത് 10 മില്ലിമീറ്റർ ഉണ്ട്. അപ്പൊ രണ്ടാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഇനി അത് കൂടാതെ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യുമ്പോൾ നമ്മൾ പറയണം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 10 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇനി ഭാവിയിലേക്ക് ഏത് കാൽക്കുലേഷനിലും എന്താണ് നമ്മൾ ഈ SI യൂണിറ്റ് വെച്ചിട്ടായിരിക്കും, അതുപോലെ ഈ ഒരു കോമൺ മെഷർമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണേലും ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പറ്റുക. ഇതിന്റെ ബാക്കി പോർഷൻസുമായിട്ട് മിസ്സിന് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.